അപ്പൊ വൺ പഞ്ച് മാൻ സീസൺ 3, വൺ പഞ്ച് മാൻ സീസൺ 1, 2, 3. വൺ എന്ന് പറയുന്ന സാധനം കൊള്ളാം, നല്ല സാധനം, ഒരു ഇൻട്രോ ലെവല് അനിമയുടെ സ്റ്റാർട്ടിങ് അല്ലേ, എപ്പിസോഡ്സ് ഒക്കെ കൊള്ളാം, ഒരു ഫണ്ണി കോമഡി അനിമ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് വൺ പഞ്ച് മാൻ സീസൺ 1. ആൻഡ് സീസൺ 2 കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. ആൻഡ് സീസൺ 3യെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ സീസൺ 3യുടെ ഫസ്റ്റ് മാംഗ പാനൽ പേജ് വരെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റാമ മുട്ടത്തലയെ രണ്ട് ബ്ലാക്ക് ഹോൾ എടുത്ത് ബെഞ്ച് പ്രസ് ചെയ്യുന്നതായിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ വെച്ചാൽ സീസൺ 3 പൊളിക്കും, നല്ല ടൈം എടുക്കുന്നുണ്ടല്ലോ വരാനായിട്ട്, ഭയങ്കരമായിട്ട് പൊളിക്കും എന്നൊക്കെ വിചാരിച്ചു നിന്ന് കൊണ്ടിട്ട് കമത്തിക്കാൻ വന്നേക്ക്. കഥയെന്ന് പറയാനായിട്ട് ഒന്നും തോന്നില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പീക്ക് മൊമെന്റ് തരാനായിട്ടൊരു തേങ്ങയില്ല. എന്തോ ഇങ്ങനെ എടുത്തു വെച്ചേക്കും. എന്തിനാണ് ഈ 12 എപ്പിസോഡ് ഇറങ്ങി, ഒരു ഗുണവും ഇല്ല അതിനകത്ത്. അതിന്റെയൊക്കെ ഓരോ ഫൈറ്റിംഗ് സീനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാങ്കയിൽ കൊടുത്തിട്ടുള്ള ഫ്രെയിം, ആ ഒരു ഫ്രെയിമിന് അനിമേഷൻ ചെയ്ത് വെച്ചേക്കണതാണ്. നമ്മൾ തുപ്പി എറിയും സാധനം. ജനറേറ്റഡ് വീഡിയോ, ഫാൻ മെയ്ഡ് ജനറേറ്റഡ് വീഡിയോസ് വരെ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് അടിപൊളിയായിട്ട് ഇതിനെക്കാട്ടി കിടില ഗ്രാഫിക്സിൽ ഫാൻ മെയ്ഡ് സാധനം ഇറങ്ങിയിട്ടുണ്ട്, റീലൊക്കെ ഓടുന്നുണ്ട്. അതിൽ വൺ പഞ്ച് മാനില് സായിത്താമ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറിന്റെ ഒരു അസിസ്റ്റന്റ് കണക്ക് നിൽക്കുന്ന ജിനോസ് എന്ന് പറഞ്ഞ ഒരു സൈബോർഗ് ഉണ്ട്, ഒരു ക്യാരക്ടറാണ്. അപ്പൊ സൈബോർഗ് സീസൺ 2 സൈബോർഗിന് ഒരു ഫൈറ്റിന്റെ ഇടയിൽ കുറെ ഡാമേജ് വരും. അപ്പൊ അത് സൈബോർഗിനെ അപ്ഗ്രേഡ് ചെയ്ത് സൈബോർഗിന്റെ ബോഡി സ്യൂട്ടും ഒക്കെ ജിനോസിന്റെ ബോഡി സ്യൂട്ടും ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു ഇൻട്രോ ഉണ്ട് മാങ്കയില്, ജിനോസിന്റെ ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്. അതില് മറ്റേ ലക്ഷങ്ങളും കോടികളും മുടക്കി അനിമേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റുഡിയോ ചെയ്തതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ ഹീറോ 100 എന്ന് പറഞ്ഞ പേരെന്തുവായിരുന്നു, പേര് മറന്നുപോയി. എന്തായാലും വില്ലൻ അവന്റെ നമ്മുടെ ഡ്രാഗൺ ബോൾസിലെ ഗോകുവിന്റെ ഒക്കെ ഒരു റെഫറൻസ് ഫേസ് കട്ട് പോലെ വരുന്ന ഒരുത്തനാണ് വില്ലൻ, ഫോട്ടോ കാണിച്ചത്. അപ്പൊ അവന്റെ ഒരു ഇൻട്രോയും ഫൈറ്റിന്റെ ഒക്കെ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ മാങ്കയിലുള്ള വെച്ചിട്ട് യോമാരി അനിമേറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് തന്നെ മറ്റേ മൊത്തത്തിൽ സീരീസ് ഉണ്ടല്ലോ പഴയ, അത് കണക്കിരിക്കുന്നു. ഈ വൺ പഞ്ച് മാന്റെ അനിമേഷനും നമ്മുടെ സക്കമോട്ടോ ഡേയ്സ് എന്ന് പറഞ്ഞ അനിമയുടെ അനിമേഷനും ആ ഒരു തീമൊക്കെ ഏകദേശം ഒരേ പോലെ. കാരണം ഒരു കോമഡി സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ആക്ഷൻ ജേണലിൽ വരുന്ന സാധനങ്ങളാണ് ഈ രണ്ട്. വൺ പഞ്ച് മാന്റെ അനിമേഷൻ ലെവലും ആ ഒരു എപ്പിസോഡും ഒക്കെ വെച്ച് സക്കമോട്ടോ ഡേയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ഹൈപ്പും കൊടുത്ത് രണ്ട് ബ്ലാക്ക് ഹോളൊക്കെ എടുത്ത് വെച്ച് ബെഞ്ച് പ്രസ് ചെയ്യുന്ന സൈത്താമേനെ കാണിക്കുന്ന സൈത്താമയുടെ ഒരു സീരീസ് കാണിക്കുമ്പം ഒരുമാതിരി കാർട്ടൂൺ കാണിക്കും. ഇതാണോ നിങ്ങൾ ഈ 1.5-2 വർഷം ടൈം എടുത്തിട്ട് പടച്ചു വിട്ട സാധനം, ഈ അനിമേറ്റ് ചെയ്ത് വിട്ടേക്കുന്ന സാധനം ഇതാണോ? നാണമില്ലേ? ഇത് നീ എഡിറ്റഡ് വെർഷനോ നീ സീൻസ് ഒക്കെ മാറ്റി വേറെ വല്ലതും വരുന്നുണ്ടോ വരുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ സാധനം സീസൺ 3 എന്ന് പറഞ്ഞ സാധനം കാണാൻ വൃത്തല്ല, ടോട്ടൽ ബുൾഷിറ്റ് ആണ്, കൊള്ളത്തില്ല. ഇത്രേ ഉള്ളൂ ഇതിന്റെ അനിമെ റിവ്യൂ. വൺ പഞ്ച് മാൻ സീസൺ 3യുടെ റിവ്യൂ കാണാൻ കൊള്ളത്തില്ല, കഥയില്ല, നല്ലൊരു പീക്ക് മൊമെന്റോ ഗൂസ്ബമ്പ് മൊമെന്റ്സോ ഒന്നുമില്ല. കൊച്ചു പിള്ളേരെ കാർട്ടൂൺ കാണാണെങ്കിൽ കണ്ടിരിക്കാം, പിള്ളേരെ അടുത്ത് കാണിച്ചു തന്നെ അവര് കണ്ടിട്ട് ഇങ്ങനെ കുറെ നേരം ടി വിയിൽ മറ്റേ ചോറൊക്കെ തിന്നുന്ന സമയത്ത് കൊച്ചുങ്ങളെ 5 വയസ്സുള്ള കാണിക്കില്ല, അവര് ഓഗിയാന്തി കൊച്ചൊക്കെ കാണാന്ന് പറയുന്നതിനെക്കാട്ടി നല്ലതായിട്ട് പൊടി കൊച്ചുങ്ങളെ 1.5-2 വയസ്സുള്ള പൊടി കൊച്ചുങ്ങളെ ചോറും ഞാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്ത് തന്നെ അവർ ഈ അടിയും പിടിയും ബഹളവും വിളിയൊക്കെ കേട്ടിട്ട് അവർക്ക് പയ്യെ ചോറ് വാരി വെച്ചു കൊടുക്കാം. അപ്പൊ അവരിങ്ങനെ കണ്ടുകൊണ്ടിരുന്നുണ്ടാവുക. ചിലപ്പോൾ അവരും എണീച്ച് പോകും, എങ്ങനെയൊക്കെ പോയെന്നിരിക്കും. അമ്മാതിരി ഒരു കൂറ സാധനം ചെയ്ത് വെച്ചേക്കുന്നു, പടച്ചു വിട്ടേക്കുന്നു. കഥയായിട്ട് ഒന്നും പറയാനില്ല, പീക്ക് മൊമെന്റ്സ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ. സൈനിങ് ഔട്ട് ഷാനു സ്റ്റോക്സ് വേറെ ഏതെങ്കിലും നല്ല എന്തെങ്കിലും കണ്ടിട്ട് വന്നിട്ട് എന്തെങ്കിലും റിവ്യൂ ആയാൽ. അങ്ങനെ സിനിമ ഡയറക്റ്റ് പോയി നേരിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പൈസ ഇന്ന് വന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് പഠിക്കാനൊക്കെ പോയി വരണമെന്നുള്ളത്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, ഇതൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് സിനിമ കാണാനൊന്നും ഇതായിട്ടില്ല.
നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉടനെ വന്നു പറഞ്ഞാൽ വേണ്ടി നിങ്ങൾ വാചകവും കാര്യങ്ങളൊക്കെ തരണം, എല്ലാവരും ഇരുന്ന് കാണണം, പട്ടു വന്നത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശസാമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ ഈ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ റിവ്യൂ ഇടാം. അതുപോലെ നമുക്ക് OTT-യിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷാനസ് ടോക്സ് ഫ്രം ഷാനസ് ടോക്സ്. അണ്ടിൽ ദെൻ സീ യു ബൈ.